ധനുഷിനെ വിമർശിച്ച് നയൻതാര സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ അതിനെതിരെ വലിയ സൈബർ ആക്രമണമാണ് നയൻതാര നേരിടുന്നത്. നമുക്കറിയാം, നയൻതാരയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കങ്ങളുടെ എല്ലാം തുടക്കം. കല്യാണ ആൽബം അങ്ങനെ വ്യാഖ്യാനിക്കാം. അതെ. ഇപ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതി? എന്താണ് ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്താണ് പുതിയ വിവരങ്ങൾ? സൈബർ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ വിവരം എന്താ? നയൻതാരയ്ക്കെതിരെ അതിഭീകരമായിട്ടുള്ള സൈബർ ആക്രമണം നടക്കുന്നു. നയൻതാര കാണിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ധനുഷ് ആരാധകരാണോ? ധനുഷ് ആരാധകരല്ല, സാധാരണ ആരാധകർ ആ സൈബർ ആക്രമണത്തിൽ പങ്കുചേർന്നുകൊണ്ട് വമ്പിച്ച വിജയമാക്കി തീർക്കുകയാണ് ആ സൈബർ ആക്രമണം. സംഭവം എന്ന് പറഞ്ഞാൽ, നയൻതാര ഒരു കുറിപ്പെഴുതിയിട്ടു. അതിന് ലോകത്തെ ഈ കണ്ണി കണ്ട ഫെമിനിസ്റ്റുകളെല്ലാം നയൻതാരയ്ക്ക് വന്ന് പിന്തുണ കൊടുത്തു. കേരളത്തിൽ ഡസൻ കണക്കിനുണ്ട്. പാർവതി തിരുവോന്തൊക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. പിന്തുണ കൊടുക്കാൻ പറ്റിയ ടീമാണ്. പിന്നെ നമ്മുടെ നസ്രിയ നസീം, ഈ നസ്രിയൊക്കെ ധനുഷിന്റെ പഴയ ഒരു നയ്യാണ്ടി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അറിയാമോ? അവിടെ പോയി നയ്യാണ്ടി എന്ന് പറഞ്ഞ സിനിമയിൽ ബോഡി ഡബ്ലിംഗ് കാണിച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡയറക്ടർക്കെതിരെയോ പ്രൊഡ്യൂസർക്കെതിരെയോ കേസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ദൈവം സഹായിച്ച് വേറൊരു സിനിമയിലും വിളിച്ചിട്ടില്ല. അതോടുകൂടി വെച്ച് കെട്ടി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിന് നായകൻ ധനുഷായിരുന്നു. അപ്പോൾ ധനുഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, സൈബർ ആക്രമണം നടത്തുന്ന ആൾക്കാർ പറയുന്നത് ധനുഷ് അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അവർക്ക് ഞാൻ ശ്രീത്തിൻ്റെ ഒരു കാര്യം പറയാം. ധനുഷ് എടുത്ത ഒരു സിനിമ, ധനുഷ് ഒരു സിനിമ എടുക്കുന്നു. ആ സിനിമയുടെ പ്രൊഡ്യൂസർ എന്നത് ധനുഷാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള റൈറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? ആ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ ആ നായികയ്ക്ക് ആ സിനിമയുടെ ഭാഗങ്ങളെടുത്ത് വേറെ സിനിമയിലോട്ട് ഇടാനൊന്നും പറ്റത്തില്ല. നിയമപരമായിട്ടുള്ള വശങ്ങളുണ്ട് അതിനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ധനുഷ് ചെയ്തതിൽ എന്താണ് തെറ്റ് എന്നാണ് ഈ സൈബർ ആക്രമണം നടത്തുന്ന ആൾക്കാർ ചോദിക്കുന്നത്. മനസ്സിലായില്ല? അയാൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ അത് ഏത് പൈസയ്ക്ക് കൊടുക്കണം വേണ്ട, ഏത് റൈറ്റിന് വിൽക്കണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന അയാളല്ലേ. അതിന് ആരാണ് ഇവിടെ ചോദ്യം ചെയ്യാനുള്ളത് എന്നുള്ളതാണ് അയാൾ പ്രധാനമായിട്ടും നാട്ടുകാർ ചോദിക്കുന്നത്. നമ്മുടെ പൊതുശല്യമായിട്ടുള്ള ഒരു സംഗീതജ്ഞനുണ്ടല്ലോ, ഇളയരാജ. ഇളയരാജയുടെ പാട്ട് ശ്രീത്ത് കക്കൂസി എന്ന് പാടിയാൽ പോലും ഇളയരാജ ഓടുമ്പോൾ ഇറങ്ങി വരും. എന്നിട്ട് പറയും എടുക്കട അതിൻ്റെ റോയൽറ്റി പൈസ എന്ന് പറയും. അതായത് ഇളയരാജയുടെ പാട്ടിൻ്റെ റോയൽറ്റി ഇരിക്കുന്നത് അതായത് പ്രൊഡ്യൂസറുടെ കയ്യിലല്ലാത്തത് കൊണ്ടാണ്. അത് ഇളയരാജ മേടിച്ചു വയ്ക്കും. ഇത് എൻ്റെ പാട്ടാണ്, ഇത് ആരെങ്കിലും എവിടെയെങ്കിലും പാടിക്കഴിഞ്ഞാൽ അവർക്കെതിരെ കേസാണ്, ഡിഫമേഷനാണ്. മഞ്ഞുമൽ ബോയ്സിൽ കൺമണി അൻപോട് കാതലിഞ്ഞെടുത്തതിന് അവർക്കെതിരെ കേസ് കൊടുത്തല്ലോ. 60 ലക്ഷമാണ് ചോദിച്ചിരിക്കുന്നത്. 60 കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ 25 സെറ്റിൽ ചെയ്തു. എന്തായാലും നല്ല കനത്തിൽ ഇളയരാജയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇളയരാജയുടെ കയ്യിൽ പാട്ടുണ്ടെങ്കിൽ, ഇളയരാജ അതിൻ്റെ റോയൽറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ, ഇളയരാജ ചെയ്ത പാട്ടാണെങ്കിൽ അത് ഏത് തുകയ്ക്ക് വിൽക്കണം, ഏത് തുകയ്ക്ക് വിൽക്കണ്ട, അതിൻ്റെ ചെറിയൊരു പീസ് മതി എന്ന് പറഞ്ഞൊക്കെയാണ് പ്രൊഡ്യൂസർമാർ പറഞ്ഞത്. സാർ, ഈ സിനിമയിലെ കഥയിൽ ഈ സാറിൻ്റെ ഇളയരാജ മൂവി ഫാനാണ് നമ്മുടെ നായകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അയാളുടെ റിംഗ് ടോൺ സാറിൻ്റെ ഒരു സിനിമയിലെ ഇന്ന വയലിൻ്റെ പീസാണ്, അത് മാത്രം മതി. ശരിയാ, 1 കോടി രൂപ എടുത്തു. അത് അയാളുടെ റൈറ്റാണ്, ഇളയരാജയുടെ റൈറ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഈ ഇടയ്ക്കൊരു ഏതോ ഒരു സംവിധായകൻ, തമിഴിലെ ഏതോ പുതിയൊരു സംവിധായകനാണ്, അവനാണെങ്കിൽ മറ്റേ അമല ഷാജി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, അറിയാമോ? അവളെ ഒരു ഫാനിനെ കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ടോക്ക് തീരട്ടെ. അപ്പോൾ അമല ഷാജി എന്ന് പറഞ്ഞ നമ്മുടെ അവിടുത്തെ ഒരു സ്റ്റാഫ് അത് ശരി, ആരാണ്? നന്ദു. അപ്പോൾ നമ്മുടെ നന്ദു അമല ഷാജിയുടെ ആരാധകനാണ്, ചുമ്മാ അല്ല. അപ്പോൾ അമല ഷാജി ആണെങ്കിൽ, അവളാണെങ്കിൽ ഈ 2 ലക്ഷം രൂപ അമല ഷാജി എന്നോട് 30 സെക്കൻഡ് വീഡിയോയ്ക്ക് ചോദിച്ചു എന്ന് പറയുന്നു. ഒരു സംവിധായകൻ ഇടയ്ക്ക് ഒരു വേദിയിൽ വെളിപ്പെടുത്തുകയുണ്ടായി, എടാ 30 സെക്കൻഡ് 2 ലക്ഷം രൂപ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരാ 30 സെക്കൻഡ് ഇടുമ്പോൾ നിനക്ക് അതിനെക്കാട്ടിൽ കൂടുതൽ പ്രൊമോഷനും കാര്യങ്ങളും നിനക്ക് കിട്ടുകയാണ്. മനസ്സിലായില്ലേ? അത് കിട്ടുകയാണ്. അതിനെന്താ വില? ഈ കലയ്ക്ക് വിലയില്ല, അറിയാമോ? കലയ്ക്ക് തീരെ വിലയില്ല. നമ്മൾ ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ് ഡോണ്ട് ഡു ഇറ്റ് ഫോർ ഫ്രീ എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ കലാകാരന്മാരെല്ലാം ചുമ്മായാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്. പക്ഷേ കലയ്ക്കൊരിക്കലും വില നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അമല ഷാജി 2 ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറയുമ്പോൾ ഈ സംവിധായകനെ ആർക്കും അറിയില്ല. അമല ഷാജിയെ 30 ലക്ഷം ആൾക്കാർക്ക് അറിയാം. അപ്പോൾ 2 ലക്ഷം 30 സെക്കൻഡിൽ അവർ ചോദിക്കുന്നത് എന്താണ് തെറ്റ്? പിന്നെ തെലുങ്ക് ഫാൻസ് ഉണ്ട്. എത്ര നാളത്തെ അവരുടെ അധ്വാനമാണ് ആ ഇൻസ്റ്റാഗ്രാം ചാനൽ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവർ ചോദിക്കുന്നത് യാതൊരുവിധ തെറ്റുമില്ല. അതുപോലെ തന്നെ നയൻതാര ഇതിൽ സിനിമയിലെ പാട്ടുകളുടെ ഇത്ര പീസ് എടുത്ത് ഉപയോഗിച്ചോട്ടെ എന്നുള്ള നയൻതാര പറഞ്ഞതിന് ചോദിച്ചതിന് ധനുഷ് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അത് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ ഉപയോഗിക്കുന്നില്ല. നമ്മൾ തന്നെ ഐഫോണിൽ ഷൂട്ട് ചെയ്ത ഒരു 3 സെക്കൻഡ് ക്ലിപ്പ് ഷൂട്ട് ചെയ്തത് നിങ്ങളാണോ നിങ്ങളല്ലേ ഒന്നുമില്ല, നിങ്ങൾ അതേ ഞാനും റൗഡിദാൻ എന്ന് പറയുന്ന സിനിമയുടെ വേഷത്തിൽ അതേ സെറ്റിൽ ഇരുന്ന് അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത സംഭവമല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമാണല്ലോ അത്. അപ്പോൾ അതിൽ ധനുഷ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമയിലുള്ളതാണോ എന്ന് ധനുഷിന് സംശയമുണ്ട്. അത് ധനുഷ് ക്ലെയിം ചെയ്തതിന് പിന്നാലെ ആണ് ഇപ്പോൾ ഈ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത്. നയൻതാര പറയുന്നത് ധനുഷിന് എൻ്റെ ഭർത്താവ് വളർന്നു വരുന്നതിലുള്ള അസൂയയാണെന്നാണ് നയൻതാര പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ധനുഷിൻ്റെ കരിയർ ശ്രദ്ധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതിനകത്ത്. ധനുഷ് പാവപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തി തന്നെയാണ്. ധനുഷ് വളരുന്ന കൂട്ടത്തിൽ ധനുഷ് എത്രയോ ആൾക്കാരെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്, ഇല്ലേ? ധനുഷാണ് ഇപ്പോൾ ശിവകാർത്തികേയനെ കൊണ്ടുവന്നത്. ഒരു സംഗീത സംവിധായകനുണ്ടല്ലോ പുതിയ ഹിറ്റായി നിൽക്കുന്നില്ല പാട്ട്, അനിരുദ്ധിനെ നിനക്ക് അറിയില്ല? അറിയാം. അനിരുദ്ധിനെ അറിയാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. അനിരുദ്ധിനെ കൊണ്ടുവന്നു, ഇയാളെ കൊണ്ടുവന്നു, അതെ നമ്മുടെ ശിവകാർത്തികേയനെ കൊണ്ടുവന്നു, പല പല ഗായികമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ പല പല ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശിവകാർത്തികേയനും ധനുഷും തമ്മിൽ ഇപ്പോൾ ഫൈറ്റ് ആണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം ശിവകാർത്തികേയൻ ഇപ്പോൾ വലിയ നടനായി. 275-300 കോടിയാണ് അമരൻ കളക്ട് ചെയ്തത്. ധനുഷിൻ്റെ ലൈഫ് ടൈം കളക്ഷൻ 200 കോടി ക്രോസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആൾക്കാരും ട്രോളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രംഗത്തെത്തുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ധനുഷ് പല ആൾക്കാരെയും കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ധനുഷ് ഇപ്പോൾ ഇതിങ്ങനെ കാണിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. ഇപ്പോൾ ഞാൻ റൗഡിദാൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഓഡിയോ ലോഞ്ചിലാണോ അതേ വേറെ ഏതോ അവാർഡ് ഷോയിലായിരുന്നോ നയൻതാരയ്ക്ക് അതിന് അവാർഡ് കിട്ടി, ആ സിനിമയ്ക്ക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവാർഡ് കിട്ടിയപ്പോൾ നയൻതാര വേദിയിൽ കയറി വന്ന് പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഞാൻ റൗഡിദാൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള ധനുഷിനോട് ഞാൻ നന്ദി പറയുകയാണ്, പക്ഷേ അദ്ദേഹം എന്നോട് ദേഷ്യത്തിലിരിക്കുകയാണ്, കാരണം ആ സിനിമയിൽ എൻ്റെ അഭിനയം വെറും മോശമായിരുന്നു എന്ന് നയൻതാര പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ, പക്ഷേ അത് രണ്ടാം വരവിന് വഴിയൊരുക്കിയ ഒരു സിനിമയാണ്. രണ്ടാം വരവിന് വഴിയൊരുക്കിയ സിനിമയാണ് അത്. നയൻതാരയുടെ ഇപ്പോഴത്തെ ഭർത്താവായിട്ടുള്ള വിഘ്നേഷ് ശിവനാണ് ആ സിനിമ ജീവിതവും കിട്ടി സംവിധാനം ചെയ്തിരിക്കുന്ന ജീവിതവും കിട്ടി. അപ്പോൾ നയൻതാരയ്ക്ക് ഈ നെറ്റ്ഫ്ലിക്സിൽ ഈ സാധനം കൊടുക്കുന്നത് 25 കോടി രൂപയ്ക്കാണ്. അപ്പം നയൻതാരയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഈ ദൃശ്യം, ഈ രംഗം എന്ന് നയൻതാര പറയുന്നത്. ദൃശ്യം ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ ദൃശ്യം നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നയൻതാരയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഇതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നയൻതാര ചെയ്യേണ്ടത് മാന്യമായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ്. അതായത് ആ ദൃശ്യം മാറ്റി വെച്ചിട്ട് ആ സിനിമ ഇറക്കുക. മനസ്സിലായി? അതിനിപ്പം നിങ്ങളാണ് ധനുഷിൻ്റെ സിനിമയിൽ പോയി അഭിനയിച്ചത്, അതിനുശേഷം നിങ്ങളും ധനുഷും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആർക്കും അറിയില്ല. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ധനുഷ് 10 കോടി രൂപ ചോദിച്ചു എന്ന് പറഞ്ഞ് ധനുഷിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കാനൊന്നും നയൻതാരയെ കൊണ്ട് സാധിക്കില്ല. കാരണം അതൊരു പ്രൊഡ്യൂസറിൻ്റെ റൈറ്റാണ്. 10 അല്ല, ചിലപ്പോൾ 100 കോടി ചോദിക്കും. മനസ്സിലായില്ലേ? അതൊരു പ്രൊഡ്യൂസറിൻ്റെ റൈറ്റാണ്. അത് പ്രൊഡ്യൂസറിൻ്റെ റൈറ്റ് ആയതുകൊണ്ട് തന്നെ ധനുഷിനെതിരെ യാതൊരുവിധ നടപടികളും നയൻതാര ഇത് പറഞ്ഞതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പേഴ്സണലി കണക്കുകൂട്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.